എത്തിയപ്പോ വളരെ ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഈ ക്ലൈമറ്റ് എനിക്ക് അലർജിയാ. പക്ഷേ സംഗതികളെല്ലാം അറിഞ്ഞപ്പോ വരാതിരിക്കാനും പറ്റില്ലല്ലോ. ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം ഭാര്യയുടെ രോഗവിവരം എല്ലാവരും എന്തിനും എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? ഡസന്റ് മാറ്റർ. ഓർമ്മശക്തിയില്ലേ പോയുള്ളൂ. എനിവേ, അവളുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ. അവൾക്കിപ്പോ ആവശ്യം ബെറ്റർ ട്രീറ്റ്മെന്റാ. വെറും ഒരു MBBS ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാറുന്ന അസുഖമല്ല അവളുടേത്. നാളത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു എഫിഷ്യന്റ് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ അവൾ? Where is she? എന്നെ അറിയോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചറിയാം. കൊള്ളാം, നാടകം നന്നായി. നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. യെസ്, വെൽ ഡൺ. I appreciate you. പക്ഷേ ഇന്നുകൊണ്ട് എല്ലാ വേഷവും അവസാനിപ്പിച്ചിരിക്കണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. യെസ്, at any cost I will take you back. It's a challenge. മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യപ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ 5000 രൂപ. ഞങ്ങളുടെ ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഞങ്ങളെ ഇന്നത്തെ പ്രോഗ്രാം ആച്ചി നിങ്ങൾ എല്ലാവരും ബന്ധാണ്. താങ്ക്സ്. എന്താ ഇവിടെ? അയാള് വന്നു. നാളെ എന്നെ കൊണ്ടുപോകും. എനിക്ക് ഉറപ്പാ, കൊല്ലും അയാൾ എന്നെ. ഞാൻ എന്താ ചെയ്യാ? ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ കാക്കും. ഞാൻ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. മിസ്റ്റർ സിദ്ധാർത്ഥൻ അല്ലേ? എനിക്കറിയാം, എന്നെ തിരക്കി നീ ഇവിടെ എത്തുമെന്ന്. സാർ, ആ കുട്ടിയാകെ പേടിച്ചിരിക്കുക. വെറും പാവമല്ലേ അത്? ഈ ഒരു അവസ്ഥയില് അവരെ കൊണ്ടുപോകരുത്. കോമാളി വേഷത്തിൽ വന്ന് സെന്റിമെന്റ്സോ? കൊള്ളാം. വിദൂഷകന്റെ വേഷവും കെട്ടി ഒരു കാശുകാരി പെണ്ണിനെ വശത്താക്കിയതും പോരാ, ഇപ്പോ അവക്ക് രക്ഷകനായും വന്നിരിക്കുന്നു. അതെ, രക്ഷകൻ തന്നെയാ. അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കൊടകിന്ന് തനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, എന്നെ കൊന്നിട്ടല്ലാതെ. യു ആർ കറക്റ്റ്. ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ നിന്നെ തേടിയെത്തും. അപ്പൊ എന്ത് വേണം? യെസ്, യു മസ്റ്റ് ഡൈ. നിന്നെ കൊല്ലാനുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു പാവം കുടകൻ.
കൊല്ലടായി പട്ടിയെ. ഒരു ഊരിന് ഒരു ഗ്രാമം ശാപമായാൽ അതിനെ ചുട്ടിരിക്കണം. ഒരു ഗ്രാമത്തിന് ഒരു കുടുംബം ശാപമായാൽ അതിനെയും, ഒരു കുടുംബത്തിനൊരു വ്യക്തി ശാപമാണെങ്കിൽ അവനെയും.
മനസ്സിൽ ഇത്രയൊക്കെ വിഷമവും കൊണ്ടാ വന്നെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തു. ഓണല്ലേ? മോളെ, നമ്മളായിട്ട് തുടങ്ങി വെച്ചൊരു നാടകമുണ്ട്. അതെങ്ങനെയാ അവസാനിപ്പിക്കേണ്ടത്? സന്തോഷത്തോടെയാ ഈ വിലങ്ങുമായി പോകുന്നത്. പക്ഷെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ചടങ്ങൊന്നും വേണ്ട. തലക്കാവേരി അമ്മയുടെ മുന്നിൽ വെച്ച് അവന്റെ കഴുത്തിലൊരു മാലയിടണം. അത് കണ്ട സംതൃപ്തിയോടെ വേണം ഈ ഊര് തെക്കുന്ന ജയിലിലേക്ക് പോകാൻ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എന്റെ മോള് മനസ്സറിഞ്ഞു കോർത്തിരിക്കുക മാലകൾ. നേർന്ന ഈ മനസ്സിന്റെ നൊമ്പരം എനിക്കറിയാം. സഹതാപം കൊണ്ടുള്ള സ്നേഹം അല്ലേ? അതെ, സഹതാപം കൊണ്ട് പലരും ത്യാഗം ചെയ്തു. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ എനിക്ക് ആ കുട്ടികൾ വേണ്ടി വന്നു. അവരുടെ മനസ്സിൽ കള്ളമില്ലല്ലോ. നിങ്ങൾ തമ്മിലാ ചേരേണ്ടത്. എങ്കിലേ ദുരന്തം പേറിപ്പോകുന്ന ഈ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. കളയും കാര്യമായി ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോ ദാനം തന്ന ഈ സ്നേഹത്തിന് മുന്നില് ഞാൻ എങ്ങനെയാ? ഒന്നും പറയണ്ട. പോകുമ്പോ കൊണ്ടുപോവാൻ ആ ഓർമ്മകളുണ്ടല്ലോ, അത് മതി. ബാക്കിയുള്ള കുട്ടിയെ അമ്മ, അമ്മേനെ എപ്പോഴാ വരിക?
മോളെ വേണ്ട. ഹായ് വരണണ്ടടാ മലയാള മാസം 1-ാം തീയതി കോടീശ്വരൻ തയ്യാറായിക്കോ. ഗുഡ് മോർണിംഗ് ബോസ്. വെൽക്കം കോടീശ്വരൻ. ഇല്ല, ഇനി മലയാള മാസം 1-ാം തീയതിയിലെ കോടീശ്വരനാവാൻ ഞാൻ വരില്ല. അതാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം. ഇനി മുതൽ ഞങ്ങളുടെ കൊട്ടാരം ആ കുടില നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. എല്ലാ വെടിയും തീർന്നില്ലേ? എന്നെന്തിനു തല്ലിയ? തന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കൈതരിക്കും. തനിക്കൊരു വാറണ്ടോ? വാറണ്ടോ? സാർ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഫാമിലിയോടെ മര്യാദക്കാരനായിട്ട് കുടിലിൽ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കും. തന്നെ കുടിലിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. വാറണ്ട്. ആരുടെ വാറണ്ടാണ് ഈശ്വര? എന്നെന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? ഒരു ജന്മം മുഴുവൻ ഓർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ നൽകിയ നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനം. വിശ്വസിക്കാം, ഈ ബംഗ്ലാവ് പൂജ നിങ്ങൾക്ക് ഇഷ്ടദാനമായി നൽകിയിരിക്കുന്നു. കേറിക്കൊള്ളൂ പ്ലീസ്.